ഓ, ഇതെന്തൊരു ജീവിതമാണ്. ഈ കാക്കകളെ ഓടിച്ചു തന്നെ എന്റെ ജീവിതം പാഴായി പോകും. എങ്ങനെയെങ്കിലും ഇതിനെയൊക്കെ നശിപ്പിക്കണം. ഹായ് ഫ്രണ്ട്സ്. ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് ഒന്നുമല്ല. നീ ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആകാന്നേ. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. അതെയോ? വരൂ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് മധുരം തരാം. എന്റെ പറമ്പിലുള്ള ഈ ചോളങ്ങളെല്ലാം മധുരം നിറഞ്ഞതാണ്. കഴിക്കുന്നോ? വാങ്ങിക്കൊള്ളൂ. കൂട്ടുകാരെ, അമ്മച്ചിയുടെ ഒരു ചെറിയ ആഗ്രഹമല്ലേ, മേടിച്ചോളൂ. അടിപൊളി. കൊള്ളാം കൊള്ളാം. നന്നായി കഴിച്ചോളൂ, നന്നായി കഴിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് പ്രഥമൻ എടുത്തോണ്ട് വരാം. ഇന്ന് ഭാഗ്യമുള്ള ദിവസം തന്നെയാ. എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. കുറുക്കന്മാരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അവരെന്തുമാത്രം സ്നേഹം കാണിക്ക. അവരെ നീ സംശയിക്കാണോടാ? ഞാൻ പ്രഥമന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. സംശയമുണ്ടോ? അല്ല, എന്താ പറ്റിയത്? നീയും എന്തിനാ എന്റെ ഭാര്യയെ പോലെ വിളിച്ചു പോകുന്നത്? കുറച്ചു സമയമെങ്കിലും എന്നെ ഒന്ന് ഉറങ്ങാൻ വിട്. അങ്ങിവിടെ കിടന്നിങ്ങനെ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. പക്ഷെ അവിടെയാണെങ്കിൽ പറമ്പിൽ കേറി എല്ലാ മൃഗങ്ങളും ചോളം മുഴുവൻ നശിപ്പിക്കുകയാണ്. കുഴപ്പമില്ല, പക്ഷെ ചെടികൾക്ക് ഒരു കുഴപ്പമില്ലാതിരുന്നാ മാത്രം മതി. ഓഹോ, അവര് ചോളം മുഴുവൻ തിന്നുകയാണ്. ചോളം കുഴപ്പമില്ല, ചെടികൾക്കൊന്നും സംഭവിക്കാതിരുന്നാ മാത്രം മതി. ചോളം പോയാ പിന്നെ ചെടി ഉണ്ടായിട്ട് എന്താ കാര്യം? പെട്ടെന്ന് എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ ചോളം പോയതിന് തന്റെ പെണ്ണുമ്പിള്ള തന്നെ തല്ലും. എന്ത്? ചോളം പോയെന്നോ? അവന്മാരെ വേഗം പിടിക്ക്. നിങ്ങളെന്താ ചോളമാണോ കഴിക്കുന്നത്? ആ, നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. സംശയമുണ്ടോ? ഇത് നിന്റെ അപ്പൂപ്പന്റെ പറമ്പാന്ന് വിചാരിച്ചോ? എന്നാലും എന്റെ പോപ്പട്ടെ, ഞങ്ങളോട് നീ മറിച്ചല്ലോ. ഇത് നിന്റെ അപ്പൂപ്പന്റെ പറമ്പായിരുന്നല്ലേ? എടാ, പൂച്ചയുടെ രൂപത്തിലുള്ള കഴുതേ, അവന്റെ അപ്പൂപ്പന്റെ അല്ല, എന്റെ അപ്പൂപ്പന്റെയാ. ഇതെന്റെ സ്വന്തം പറമ്പാ, മനസ്സിലായോ? ഇത്രമാത്രം ചോളങ്ങൾ നശിപ്പിച്ചോ? ഞാനായിരുന്നെങ്കിൽ നല്ല ശിക്ഷ കൊടുക്കുമായിരുന്നു. ആ, ശിക്ഷ എന്തായാലും ഞാൻ കൊടുക്കാൻ പോവാ. പക്ഷെ എന്ത് ശിക്ഷ അവന്മാർക്ക് കൊടുക്കുന്നത്? ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരണോ? ഞാനാണെങ്കിൽ ഈ 4 പേരെയും ചോളങ്ങൾ നോക്കാൻ കാവൽക്കാരാക്കിയേനെ. എന്നാൽ ആ പണിയല്ലേ നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? അയ്യോ, എന്നെ കൊണ്ട് എത്രമാത്രം കാക്കകളെ ഇവിടുന്ന് ഓടിക്കാൻ കഴിയും? ഇവര് 4 പേരുണ്ടല്ലോ. പറമ്പിൽ ഒരു കാക്ക പോലും വരാതെ നോക്കാൻ പറ്റും. അതെ, എന്നാ ശരി. ഇന്നു മുതൽ എന്റെ പറമ്പ് നിങ്ങൾ 4 പേരും ചേർന്നാണ് നോക്കേണ്ടത്. എന്റെ ചോളങ്ങളെ കാക്ക തിന്നാതെ നിങ്ങൾ നോക്കിക്കോണം. കാക്ക തിന്നാ പിന്നെ നിങ്ങളുടെ കാര്യം പോക്കാം. All the best. നീ ഞങ്ങൾക്കിട്ട് പണി തരായിരുന്നു അല്ലേ? ഞാൻ കുറുക്കനാണ്, കുറുക്കൻ. എന്റെ ബുദ്ധി എന്താന്ന് നിനക്കറിയില്ല. നോക്ക് നോക്ക്, കാക്കകൾ വരുന്നുണ്ട്. ഓടിക്ക്, അവയെ ഒക്കെ ഓടിക്ക്. ഓ, അത് ശരി. ആ കർഷകൻ കുറെ കോമാളികളെ കാവലായിട്ട് നിർത്തിയിട്ടുണ്ട്. ഓടിക്കോ, വേഗം ഓടിക്കോ. നമ്മൾ എന്താ ചെയ്യാ? ഓട് ഓട് ഓട്, പോ പോ പോ. എന്റെ അമ്മച്ചി. കൊച്ചളിയാ, യുവമാര് ചോളം മുഴുവൻ തിന്നു തീർത്താ കർഷകൻ നമ്മളെ ഓടിച്ചിട്ട് തല്ലും. വിഷമിക്കണ്ടളിയാ, വിഷമിക്കണ്ട. ഇവറ്റകളെ ഞാൻ ഇപ്പൊ തന്നെ ഓടിക്കാം.
ഓയ്, എന്റെ അമ്മച്ചി. വയറ് നിറഞ്ഞല്ലോ, പോവാം. നമ്മുടെ മറ്റുള്ള കൂട്ടുകാർക്ക് ഈ സ്ഥലം പറഞ്ഞു കൊടുക്കാം. കൂട്ടുകാരെ, ആ കാക്ക വീണ്ടും വരികയാണെങ്കിൽ എന്താ ചെയ്യാ? കഴുതേ, കാക്കകൾ വേറെ എന്ത് ചെയ്യും? ഇവിടെ വന്ന് ബാക്കിയുള്ള ചോളങ്ങളും തിന്നും. ഇട കഴുതേ, കാക്കയല്ല, നമ്മൾ എന്താ ചെയ്യുന്ന പറയൂ. ഞാനാണ് അറിയാതെ തലേനകത്ത് കുടുങ്ങി പോയതാ. അളിയാ, നിക്ക്, നിക്കളിയാ. എടേ, എന്തുവാ ഇത്? ആ കല ഊരിയെടുത്താ മതി, അല്ലാതെ വലിച്ച് വലിച്ച് അവനെ ജിറാഫാക്കി മാറ്റരുത്. ഐഡിയ. താങ്ക് യു. ഇരുട്ടെനിക്ക് ഭയങ്കര പേടിയാ. എടാ മണ്ട, നിനക്കല്ലടാ പേടി, നിന്നെ പോലെ ഒരു മണ്ടനെ കൂടെ വെച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾക്കാടാ പേടി. സംശയണ്ടോ? അടിപൊളി, കാലക്കി. ഈ ബുദ്ധി നേരത്തെ തോന്നാതെ പോയല്ലോ. കാക്കകൾക്ക് നമുക്ക് പണി കൊടുക്കാം. എന്നെ വിടൂ, എന്നെ വിടൂ. ഇനി ഒരിക്കലും ചോളം കഴിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ല. വിടൂ. എന്തുവാടാ ഇത്? കർഷകൻ വച്ചിരിക്കുന്ന നോക്കൂത്തി ഒരു ഭീകരനാണെന്നാ തോന്നുന്നേ. ഇവൻ ഇവൻ തത്തയെ തിന്നു കളഞ്ഞു. നമ്മളെയും വെറുതെ വിടില്ല, തീർച്ചയായും വെറുതെ വിടില്ല. വിട്ടോ, വേഗം വിട്ടോ. ജീവൻ വേണമെങ്കിൽ വേഗം വിട്ടോ. ഇതൊരു ഭീകര രാക്ഷസനാ. ഇനിമേലിൽ ഇവിടെ നമ്മൾ വരാനേ പാടില്ല. വയ്ക്കോ, വേഗം വയ്ക്കോ. കാലക്കി, എന്തായാലും നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെയാണ്. ഇനി ഒരിക്കലും കാക്ക ഇങ്ങോട്ട് വരികയില്ല, തീർച്ച. താങ്ക് യു, നന്ദി. ഇതാ സമ്മാനം. ഈ കാക്കകള് വരില്ല, പക്ഷെ എന്നാ വേറെ കാക്കകള് വരും. അതുകൊണ്ട് എന്നും ഒരു കാവൽക്കാരന്റെ ആവശ്യമുണ്ട്. എടേ, നീ എന്തോ ഈ പറയുന്നേ? വേലയിലിരിക്കുന്ന പാമ്പിനെ എന്തിനാ എടുത്ത് തോളത്ത് വെക്കുന്നേ? പാമ്പോ? എവിടെയാ പാമ്പ്? എടാ, ഒന്നും മിണ്ടാതിരിക്കേ. ബന്നി, ബന്നി, നീ എന്തിനാ ഇതൊക്കെ പറയുന്നേ? എടാ, ഇവരെന്ത് കഷ്ടപ്പെട്ടാ കൃഷി ഇറക്കുന്നത്? അതൊക്കെ കാക്ക കൊണ്ടുപോയാ പിന്നെ ഇവരുടെ കാര്യം കഷ്ടത്തിലാവൂലേ? അതെ, പക്ഷെ ദിവസവും വന്ന് നോക്കൂത്തിയായ നമ്മുടെ കാര്യം കഷ്ടത്തിലാവുമല്ലോ. അല്ലല്ല, അതിന് നമ്മുടെ ആവശ്യമില്ലല്ലോ. ഈ ഫോക്സ് ഉണ്ടല്ലോ, തന്റെ യജമാനു വേണ്ടി ഇതുപോലും ചെയ്യില്ലേ? ചെയ്യും, തീർച്ചയായും ചെയ്യും. ദിവസം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. ഇതുപോലും ചെയ്യാതിരിക്കോ? ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. നീ പറഞ്ഞ ഡയലോഗ് അല്ലേ ഇത്? ചോളത്തിന് എന്തായാലും വല്ലാത്ത സ്വാദ് തന്നെയാ. കാർമേഘം വന്നാൽ കൂടെ മഴയും വരും, കറങ്ങിത്തീർന്നാൽ ഇവർ 4 പേരും വീട്ടിലേക്കും വരും. എങ്ങനെയുണ്ട്? ഓഹോ, നിങ്ങളൊക്കെ എങ്ങോട്ടാ പോയത്? നിങ്ങൾക്ക് വേണ്ടി കന്നാ സാറ് ചോളറൊട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടാതെ ഞാനും ചോളത്തിൽ നിങ്ങൾക്ക് വേണ്ടി കറി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വാഹനം വലുതാണെങ്കിലും ഹോൺ ചെറുതാണ്, നിങ്ങൾ ചെറുതാണെങ്കിലും നിങ്ങളുടെ വയറ് വലുതാണ്.